എവിടെയെല്ലാം ബോംബ് വീണാലും അതെല്ലാം നമ്മളെ അഫക്റ്റ് ചെയ്യും. ആദ്യത്തെ ബോംബ് വീണ് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് ഭയങ്കര ഭയമായിപ്പോയി. ഓരോ ബോംബ് വീഴുമ്പോഴും ഞങ്ങൾ ഓടി ടെറസിൻ്റെ മുകളിൽ കയറി നോക്കും. പിന്നെ ഞങ്ങൾ കാണുന്നത് ഞങ്ങൾ പോയ ആ സ്ഥലം പിന്നെ ഇല്ല. ഒരു ദിവസം വലിയ ബോംബിന് അലേർട്ടുണ്ടായി. ബോംബ് വീഴുന്ന ശബ്ദം കേട്ടു. ഞങ്ങളുടെ പ്രദേശത്തുള്ള എല്ലാവരും ഓടുക. അപ്പോൾ ഞങ്ങളും ഇറങ്ങി ഓടി നാട്ടിലേക്ക് മെസ്സേജ് വിട്ടു, ഇനി ചിലപ്പോൾ ഞങ്ങളെ വിളിച്ചാൽ കിട്ടില്ലായിരിക്കും. ബിസ്മില്ലാ വല്ലിബൻ വൽ റൂഹിൽ ഖുദൂസ് അല്ലിലാഹിദ് വാഹിദ്. നാമദ് യേശു നാമദ് റബീന യേശു അൽ മസി നമഹത്തുള്ള അഷരിക്കത്ത് റൂഹിൽ ഖുദൂസ് മാക്കും ഷമിയ. വിശ്വംസിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. ലെബനൻ മിഷനെ കുറിച്ച് പറയുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് പറയാനായിട്ട്. കാരണം ലെബനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അവിടെ ഈശോ നടന്ന ഒരു പ്രദേശമാണെന്നുള്ളത്. ഈ ഈശോ നടന്ന പ്രദേശത്തൂടെ നമുക്കൊരു മിഷൻ പ്രവർത്തനം ചെയ്യാനായിട്ട് സാധിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ ദൈവാനുഗ്രഹമാണ്. നമ്മൾ ലെബനിൽ നിൽക്കുമ്പോൾ ഒരു എന്നാ പറയുന്നത്, അതിനൊരു പ്രത്യേക ഒരു ദൈവ അനുഭൂതി നമുക്ക് ഫീൽ ചെയ്യാം. പിന്നെ ലെബനിലെ മലകളും താഴ്വരകളും എല്ലാം ഇങ്ങനെ, ഈ മലകളെല്ലാം വന്ന് കടലിലേക്ക് വന്നിരുന്നു. പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു അമേസിങ് പ്രകൃതി ഭംഗിയാണ്. അത് നമ്മൾ എപ്പോഴും ഒരു ഇങ്ങനെ ഉള്ളിൽ ഭയങ്കര നമുക്കൊരു രോമാഞ്ചം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ലെബനിൻ്റെ ഈ പ്രകൃതി ഭംഗി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചുറ്റും എല്ലാം പള്ളികൾ കൊണ്ട് നിറഞ്ഞൊരു സ്ഥലം, വിശുദ്ധരുടെ കൊണ്ട് നിറഞ്ഞൊരു സ്ഥലം. പ്രത്യേകിച്ച് വിശുദ്ധ ഷർബേൽ പുണ്യാളൻ്റെ ഒരു വലിയ ഫേമസ് കേന്ദ്രമുണ്ട്. അവിടെ ആൾക്കാരിങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഞങ്ങൾ പലപ്പോഴും എന്തെങ്കിലും ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഈ ഷർബേൽ പുണ്യാളൻ്റെ അടുക്കലേക്ക് പോവുകയും അവിടെ പോയി ഇരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഈ ലോകത്തിന് ഒരു ടൂറിസം മേഖലയിൽ ആരെല്ലാം ലെബനിൽ വന്നാലും ഈ ഷർബേൽ പുണ്യാളൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ മാതാവിൻ്റെ വലിയ ഭക്തരാണ് ലെബനീസ്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും മാതാവ് ഇങ്ങനെ നമ്മളെ അനുഗ്രഹിക്കുന്നതായ ഒരു ഫീലിങ്ങിലേക്ക് നമ്മൾ വരും. അങ്ങനെ ഒരു ഭക്തി നിറഞ്ഞ ഒരു സ്ഥലം, ഒരു പുണ്യസ്ഥലം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ സീറോ മലബാർ സഭയുടെ കീഴിലുള്ള ലിഗോരി പ്രൊവിൻസാണ് ലെബനൻ മിഷൻ ഏറ്റെടുത്ത് നടത്തുന്നത്. 2014 ലിഗോരി പ്രൊവിൻസിൽ നിന്നുള്ള രണ്ടച്ഛന്മാർ അവിടെ പോവുകയും ഈ ലെബനൻ മിഷന് ബെൽജിയം പ്രൊവിൻസിൽ നിന്ന് നമുക്ക് കൈമാറി കിട്ടുകയും ചെയ്തു. ഞങ്ങൾ ചെല്ലുന്ന സമയങ്ങളിൽ ലെബനൻ മിഷന് വളരെ സ്മൂത്തായിട്ട് പോയ ഒരു മിഷനായിരുന്നു. പക്ഷേ ഈ ബെൽജിയത്തിൽ നിന്നുള്ള അച്ഛന്മാർ അവിടെ അവൈലബിൾ അല്ലാത്തതിൻ്റെ പേരിൽ അവർ പ്രൊവിൻസിനോട് ആവശ്യപ്പെടുകയും പ്രൊവിൻഷ്യൽ തീരുമാനമെടുത്ത് അത് ലിഗോരി പ്രൊവിൻസ് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആദ്യ കാലഘട്ടങ്ങളിൽ ഈ മിഷൻ വളരെ സ്മൂത്തായിട്ട് പോയി. പക്ഷേ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രഗിളിൽ കൂടെ കടന്നു പോകുന്ന ഒരു മിഷനാണ് ലെബനൻ മിഷൻ. ഇപ്പോൾ ലിഗോരി പ്രൊവിൻസിൽ നിന്നുള്ള ഞങ്ങൾ 3 പേരാണ് അവിടെ ഉള്ളത്. എൻ്റെ കൂടെയുള്ളത് ഫാദർ ഷിൻഡോ മൂങ്ങാത്തോട്ടത്തിൽ, ഫാദർ ലിജോ വെള്ളയിടത്ത്, ഈ 2 അച്ഛന്മാരും പിന്നെ ഞാനുമാണ് ഉൾപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ലെബനൻ മിഷനുള്ളത്. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് മെയിനായിട്ട് മൈഗ്രൈൻസിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അതിൻ്റെ കൂടെ തന്നെ ജയിൽ മിനിസ്ട്രി ഉണ്ട്. അതുപോലെ ഞങ്ങളുടെ തൊട്ടടുത്ത് ഈ മദർ തെരേസ കോൺവെൻറ്റ് ഉണ്ട്. മദർ തെരേസ കോൺവെൻറ്റിൽ കുറേ അന്തേവാസികളുണ്ട്. ഈ അന്തേവാസികളുടെ ഇടയിലും ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ലെബനൻ മിഷന് ചെറിയൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഞങ്ങൾ അവിടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, അറബ് കമ്മ്യൂണിറ്റി ഉണ്ട്. ഈ കമ്മ്യൂണിറ്റിയിൽ ഡെയിലി വിശുദ്ധ കുർബാനയും അതുപോലെ തന്നെ ആ പ്രദേശത്തുള്ള ആൾക്കാരുടെ ആവശ്യങ്ങളും മെയിനായിട്ട് ഒരു വൈദികന് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം അവിടെ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസരങ്ങളിൽ ലെബനൻ മിഷനെ കുറിച്ച് പറയുമ്പോൾ ഒത്തിരി പ്രാർത്ഥന ആവശ്യമുള്ള ഒരു സമയമാണ്. മെയിനായിട്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ലെബനൻ എന്ന് പറഞ്ഞ രാജ്യം ഒരു കാലഘട്ടങ്ങളിൽ 80% ക്രിസ്ത്യൻസും 20% അക്രൈസ്തവരുമായ ഒരു രാജ്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് നേരെ തിരിച്ച് ഏകദേശം ഒരു 35% ക്രിസ്ത്യൻസേ അവിടെയുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ നാടുവിട്ടു പോയി എന്ന് വേണേൽ പറയാം. ഒരുപക്ഷെ ഈ മറ്റുള്ള മതസ്ഥരെ ലെവലിലേക്ക് കയറുകയും അവരെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുകയും ചെയ്ത അവസരത്തിൽ
യൂറോപ്പ് ഫ്രീ വിസ അനുവദിച്ചും അല്ലാതെയുമൊക്കെ ആയിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലേക്കും ഈ ലെബനീസ് ഓടിപ്പോവുകയാണ് ചെയ്തത്. മെയിനായിട്ട് ഇപ്പോൾ അവിടെ കുറേ പ്രായം ചെന്ന ആൾക്കാരൊക്കെയാണ് ഈ ദേവാലയത്തിലേക്ക് വരാനായിട്ടുള്ളത്. എന്നോർത്തുകൊണ്ട് പൂർണ്ണമായിട്ട് യങ് തലമുറ മുഴുവനും ലെബനൻ വിട്ടു പോയിട്ടില്ല. അവരും ഇപ്പോഴും അവിടെയുണ്ട്. അവർ മാതാപിതാക്കളെ അന്വേഷിക്കുവാനായിട്ട് വർഷത്തിലൊന്ന് വരികയും ആ മാതാപിതാക്കളോടൊപ്പം ആയിരിക്കാനായിട്ടൊക്കെ പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ലെബനീസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കര സ്നേഹമുള്ളവരും അതുപോലെ തന്നെ ആൾക്കാരെ ഒത്തിരി പേരെ സ്വീകരിക്കുന്നവരുമാണ്. അങ്ങനെയാണ് ഈ അഭയാർത്ഥികളായിട്ടുള്ള ആൾക്കാരെ സ്വീകരിച്ചാണ് അവസാനം ഈ അഭയാർത്ഥികൾ അവിടെ രാജ്യം കൈയടക്കിയാണ് ഈ ലെബനനിലെ ക്രിസ്ത്യാനിറ്റി തകർന്നു പോയത്. എന്നിരുന്നാൽ പോലും ലെബനൻ്റെ ഏത് മുക്കിലും മൂലയിലും നോക്കിയാലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് വലിയ പള്ളികൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ നാൽക്കവലകളിലൊക്കെ ക്രൂശിത രൂപങ്ങളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നതാണ്. വേറൊരു രാജ്യത്ത് ഞാൻ പല രാജ്യങ്ങളിലൊക്കെ സന്ദർശിക്കാനിടയായെങ്കിലും വേറൊരിടത്തും രാജ്യത്ത് കാണാത്ത ഒരു സംഭവമാണ് ഈ ക്രൂശിത രൂപങ്ങളും എവിടെ തിരിഞ്ഞു നോക്കിയാലും മാതാവിൻ്റെ സ്റ്റാച്യൂസും ഒക്കെ ഉള്ള ഒരു രാജ്യം. ഇതൊന്നും ഒരു അക്രൈസ്തവരായ ആൾക്കാർ വന്നിട്ട് ഇതൊന്നും നശിപ്പിച്ചിട്ടില്ല. ഇതെല്ലാം നിലനിർത്തിയിട്ടുണ്ട്. മാതാവിൻ്റെ ഒരു പ്രത്യേക പരിഗണനയിൽ പോകുന്ന ഒരു രാജ്യമാണ് ലെബനൻ രാജ്യം എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കും. യുദ്ധത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴത്തേനും അല്ലെങ്കിലും യുദ്ധം നമ്മൾ കേട്ടിട്ടും മാത്രമേ ഉള്ളതായിരുന്നു. നമ്മൾ പത്രത്തിലൊക്കെ കണ്ടിട്ടും ഈ യുക്രൈൻ യുദ്ധത്തെക്കുറിച്ചൊക്കെ നമ്മൾ കേൾക്കാറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ യുദ്ധം അനുഭവിച്ച ഒരു സമയമുണ്ട്. ആദ്യ ദിവസങ്ങളിലൊക്കെ യുദ്ധത്തിന് വേണ്ടി ഇങ്ങനെ യുദ്ധം തുടങ്ങും എന്ന് പറയും. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ വലിയ പേടിയൊന്നും തോന്നിയില്ല. കാരണം നമ്മൾ കേരളം എന്ന് പറഞ്ഞ ഒരു കൊച്ചു സംസ്ഥാനത്ത് ഇരുന്നിട്ട് ഡൽഹിയിലും അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിലും ഒക്കെ യുദ്ധം തുടങ്ങുമ്പോൾ അത് നമ്മളെ അധികം പേടിപ്പിടിക്കുകയല്ലാത്തതുകൊണ്ട് യുദ്ധം ഉണ്ടെങ്കിൽ അങ്ങ് അകലെ ആയിരിക്കും യുദ്ധം എന്ന് പറഞ്ഞ്. പക്ഷെ ലെബനൻ എന്ന് പറഞ്ഞ് വളരെ ചെറിയൊരു രാജ്യമാണ്. നമ്മുടെ ഈ കേരളത്തിലെ ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ വലിപ്പമേ ഉള്ളൂ ഈ ലെബനൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എവിടെയെല്ലാം ബോംബ് വീണാലും അതെല്ലാം നമ്മളെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ആദ്യ ദിവസങ്ങളിൽ തന്നെ ആദ്യത്തെ ബോംബ് വീണ് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് ഭയങ്കര ഭയമായിപ്പോയി. ആദ്യം ഇതെന്താണെന്ന് പോലും ഞങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പം പറഞ്ഞു ഇങ്ങനെയാണ് യുദ്ധം തുടങ്ങുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ യുദ്ധം തുടങ്ങി. ഭയങ്കര ഭയമായി. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒന്നു ചേർന്നിരുന്ന് ഇങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് ഒത്തിരി പ്രാർത്ഥിച്ച് ഒരു തീരുമാനം എടുക്കണം എന്ത് ചെയ്യണമെന്നുള്ളത്. അങ്ങനെ യുദ്ധം കനത്തുകൊണ്ടിരുന്നു. ആൾക്കാരൊക്കെ മാറിപ്പോവാനായിട്ട് തുടങ്ങി. ഓരോ സ്ഥലങ്ങളും സ്പോട്ട് ചെയ്ത് അടയാളപ്പെടുത്തി ഞങ്ങൾക്ക് മെസ്സേജ് വരും. അപ്പോൾ ആ സ്ഥലത്തുനിന്ന് മാറണമെന്ന് പറയും. പക്ഷേ ഞങ്ങൾ ഇരിക്കുന്ന ആ സ്ഥലത്ത് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. പക്ഷേ ഞങ്ങളുടെ ചുറ്റും നമുക്ക് കാണാം. ടെറസിൻ്റെ മുകളിൽ കയറി നിൽക്കുമ്പോൾ ഓരോ ബോംബ് വീഴുമ്പോഴും ഞങ്ങൾ ഓടി ടെറസിൻ്റെ മുകളിൽ കയറി നോക്കും എവിടെയാണ് വീണേന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെ പുക പൊങ്ങുന്നത് കാണുവാനായിട്ട് ആദ്യമൊക്കെ ഞങ്ങൾ വലിയ കൗതുകത്തോടു കൂടി അത് കഴിഞ്ഞിട്ട് വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു. പക്ഷേ പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഈ ബോംബ് വീഴുന്നതൊക്കെ ഞങ്ങളെ അഫക്റ്റ് ചെയ്തു തുടങ്ങി. ഞങ്ങളുടെ എല്ലാ ബോംബും ഞങ്ങളുടെ കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് വീഴുന്ന ഒരു അനുഭവം ഉണ്ടായി. ആദ്യ ദിവസങ്ങളിൽ ഒരു ദിവസം വലിയ ബോംബിന് അലേർട്ടുണ്ടായി. ബോംബ് വീഴുന്ന ശബ്ദം കേട്ടു. ഞങ്ങളുടെ പ്രദേശത്തുള്ള എല്ലാവരും ഓടുക. അപ്പോൾ ഞങ്ങളും ഇറങ്ങി ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ നാട്ടിലേക്ക് മെസ്സേജ് വിട്ടു. ഇനി ചിലപ്പോൾ ഞങ്ങളെ വിളിച്ചാൽ കിട്ടില്ലായിരിക്കും, ഞങ്ങൾ ഈ സ്ഥലത്തുനിന്ന് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് മാറുകയാണെന്ന് പറഞ്ഞ് മെസ്സേജ് വിട്ടു. എന്നിട്ട് ഞങ്ങൾ കുറേ ഓടി. ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഒരു സ്കൂളിൻ്റെ ഗ്രൗണ്ട് വരെ പോയി. എന്നിട്ട് അവിടെ നിന്ന് ആലോചിച്ചു ഇനി എന്നാ ചെയ്യും. അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കിയത് ഇവർക്കെല്ലാം ഓടി എവിടെയെങ്കിലും പോയി നിൽക്കാനായിട്ട് ഏതെങ്കിലും ഒരു സ്ഥലങ്ങളുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നുമില്ല. പിന്നെ ഞങ്ങൾക്ക് വേറെ പരിചയക്കാരൊന്നുമില്ല. അതുകൊണ്ട് കുറേ നേരം അവിടെ നിന്നിട്ട് ഞങ്ങൾ തീരുമാനമെടുത്ത് ഞങ്ങൾ തിരിച്ച് ഹൗസിലേക്ക് വന്ന് ഞങ്ങളുടെ ചാപ്പലിൽ കയറിയിരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് കുറേ കഴിഞ്ഞപ്പോഴാണ് ഇവിടെ നിന്ന് ഇവിടെയുള്ള ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ അച്ഛനും അതുപോലെ കൗൺസിലേഴ്സും പിന്നെ നാട്ടിൽ നിന്നുള്ള എല്ലാ അച്ഛന്മാരും ഇങ്ങനെ ഫോൺ വിളിക്കുക. അവരെ ഓരോ ദിവസവും പത്രത്തിൽ കേട്ടിട്ടും ഉള്ള ഒരു പേടിയുടെ പുറത്ത് അവർ വിളിക്കുക. എന്നിട്ട് ഞങ്ങളോട് പറയുകയാണ് നിങ്ങൾ തിരിച്ചു പോരെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളും ആദ്യം മനസ്സിൽ വിചാരിച്ചു എന്നാൽ പിന്നെ തിരിച്ചു പോയേക്കാം എന്ന് വിചാരിച്ചു.
അങ്ങനെ ഞങ്ങളിങ്ങനെ അന്നത്തെ ദിവസം തിരിച്ചു പോരുന്നതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ ഒരു അഭിപ്രായം പെട്ടെന്ന് ഞങ്ങളുടെ മനസ്സിലേക്ക് ഉദിക്കുകയാണ്. നമ്മളൊരു മിഷന് വേണ്ടി പോയിരിക്കുകയാണ്. മിഷന് വേണ്ടി പോയി കഴിയുമ്പോൾ മിഷൻ പ്രദേശത്തുള്ള ആൾക്കാർക്ക് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മൾ ഓടിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തൊരു മിഷനറിയാണ് എന്നുള്ളൊരു ചോദ്യം ഞങ്ങളുടെ മനസ്സിൽ ഉയർന്നു. അത് ഞങ്ങളിങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവസാനം ഒരു തീരുമാനമെടുത്തു. അങ്ങനെയാണെങ്കിൽ ബോംബ് വീണാണേലും മരിക്കുവാണെങ്കിൽ ഇവിടെ തന്നെ മരിക്കുക, മിഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് പല ചിന്തകളാണ് വരുന്നത്. ഞങ്ങൾ അവിടുന്ന് ഓടിപ്പോകുന്നു കഴിയുമ്പോൾ ഞങ്ങളുടെ ആ പ്രദേശങ്ങളൊക്കെ ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ കൈയടക്കും. ആ ഹൗസ് പിന്നെ പോവും. പിന്നെ നമുക്ക് അങ്ങോട്ടൊരു ആക്സസ് ഇല്ല. പിന്നെ നമ്മളിൽ നിന്ന് ആ മിഷൻ പൂർണ്ണമായിട്ട് പോവും. ഒത്തിരി ആഗ്രഹത്തോടു കൂടി ഏറ്റെടുത്ത ഒരു മിഷനാണ് ലെബനൻ മിഷൻ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോകും എന്നുള്ളൊരു ചിന്ത. രണ്ടാമത്, ഇവിടെയുള്ള ആൾക്കാരെ വിട്ടിട്ട് നമ്മളൊരു പ്രതിസന്ധി വന്നപ്പോൾ ഓടിപ്പോകുന്ന ഒരവസ്ഥ. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഉള്ള ഒരു വലിയ കൺഫ്യൂഷൻ ആയിരിക്കുക. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പള്ളിയിലിരുന്ന് പ്രാർത്ഥിച്ച് തീരുമാനമെടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേന് ഇവിടെ നിന്ന് പ്രൊഫഷണലച്ചൻ വിളിച്ച് ചോദിച്ചു ഏത് തീരുമാനം എന്തുണ്ടെന്നുള്ളത് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം ഞങ്ങളൊരു തീരുമാനമായിട്ട് പറഞ്ഞു, അച്ഛാ ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞു. വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛന് അത്ര സംതൃപ്തി ഒന്നും ഉണ്ടായില്ല ഞങ്ങൾ വരുന്നില്ലെന്ന് കേട്ടിട്ട്. കാരണം ഒത്തിരി ഫോഴ്സാണ് അച്ഛന് മേലെ, സമ്മർദ്ദങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ തിരിച്ചു കൊണ്ടിരുന്നതിനുള്ളത്. പിന്നെ വിളിക്കുന്ന ഇവിടെ നാട്ടിൽ നിന്ന് വിളിക്കുന്ന ആരും തന്നെ പറയുന്നില്ല അവിടെ നിൽക്കാൻ പറയുന്നില്ല. എല്ലാവരും നിങ്ങളിങ്ങനെ തിരിച്ചു പോരും, നിങ്ങൾ എന്തിനാണ് അവിടെ നിൽക്കുന്നതെന്ന് പറയുന്നു. എന്താണെങ്കിലും ഞങ്ങൾ തീരുമാനമെടുത്തു. പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഒരു ജീവിതമാക്കി മാറ്റാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ബോംബ് വീണ് കഴിയുമ്പോഴത്തേനും ഞങ്ങൾ ആദ്യത്തെ ദിവസം ജനലെല്ലാം അടച്ചിട്ടു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഈ ജനലൊന്നും അടച്ചിടരുത്, പിന്നെ ജനലെല്ലാം തുറന്നിടണമെന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ ജനലുകളെല്ലാം തുറന്നിട്ട് വാതിലുകളെല്ലാം തുറന്നിട്ട് ഈ ബോംബ് വീഴുന്നത് കാത്തിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. അത് കുറേ കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്കൊരു പ്രത്യേക ദൈവ അനുഭവം, അതായത് ദൈവം ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന ഒരു അനുഭവത്തിലേക്കുണ്ടായി. പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ ഭയമില്ല. പിന്നെ നാട്ടിൽ നിന്ന് വിളിച്ച് കഴിയുമ്പോഴത്തേനും ഞങ്ങൾ അവരെ ശക്തിപ്പെടുത്താനായിട്ട് തുടങ്ങി. ഞങ്ങൾ തന്നെ പറയും, ഒരു കുഴപ്പമില്ല, ഇവിടെ ഒരു പ്രശ്നവുമില്ല എന്ന് പറയാനായിട്ട് തുടങ്ങി. യഥാർത്ഥത്തിൽ ബോംബുകൾ ഇങ്ങനെ ഞങ്ങളുടെ ചുറ്റോട് വീഴുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ ബോംബ് വീണ് മരിച്ച ഒരു അമ്മച്ചിയെ അടക്കാനായിട്ട് അന്യരാജ്യക്കാരിയാണ്, ശ്രീലങ്കക്കാരിയായിരുന്നു. അടക്കാനായിട്ട് ആരുമില്ല. അപ്പോഴത്തേനും ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾ ഈ മൈഗ്രൻസ് മിനിസ്ട്രി വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങളെ വിളിച്ചിട്ട് ചോദിച്ചു, അച്ഛാ അടക്കാനായിട്ട് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെയാണ് അന്ന് അടക്കാനായിട്ട് പോകുന്നത്. അടക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവർക്ക് അങ്ങനെ ബന്ധുവാരുകൾ ആരും ഇല്ല. കുറേ പേര് വന്നു. കുറേ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സ്ത്രീകളാണ് അവിടെ. അതിൽ പെട്ടിയെ പിടിക്കാൻ പോലും ആളില്ല. ഞങ്ങൾ തന്നെ പ്രാർത്ഥനയില്ലേ, ഞങ്ങൾ തന്നെ പെട്ടിയെ പിടിച്ച് അങ്ങനെ ഞങ്ങൾ ഈ സിമിത്തേരിയിലൊക്കെ കൊണ്ടുവച്ചിട്ട് ഏകദേശം ഞങ്ങൾ അവിടുന്ന് തിരിച്ച് പോരാനായിട്ട് തുടങ്ങി. ഒരു 1/2 കിലോമീറ്ററോളം ദൂരം മാറി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ പോന്ന ആ സ്ഥലത്ത് തന്നെ ബോംബിട്ട്, ഈ കല്ലറ സഹിതം ഉള്ള സ്ഥലങ്ങളിൽ ബോംബിട്ടു. പിന്നെ ഞങ്ങൾ കാണുന്നത് ഞങ്ങൾ പോയ ആ സ്ഥലം പിന്നെ ഇല്ല. ഇതെല്ലാം ഇതിന് തവിട് പൊടിയായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ഥലങ്ങൾ ചുമ്മാ മൺകൂനകളായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു പ്രതീക്ഷ നൽകുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരെപ്പോഴും ഈ തീവ്രവാദ ഗ്രൂപ്പിനെ മാത്രമേ ആക്രമിക്കുന്നത്. സാധാരണ ജനങ്ങളെ അവരാക്രമിക്കുന്നില്ല. എപ്പോഴും നമുക്കിങ്ങനെ മെസ്സേജ് തരും, അവിടെ മാത്രമേ ആക്രമിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥനയിൽ കരുത്ത് പ്രാപിച്ചു എന്ന് പറയാം. എനിക്ക് തോന്നുന്നത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച ഒരു വർഷമായിരുന്നു കഴിഞ്ഞ ഒരു വർഷക്കാലം എന്ന് പറയുന്നത്.